മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ വിഭവമായ ഒരു കടപ്പളാൻ ചക്ക തോരനാണ്. അപ്പോൾ ഇത് നമ്മൾ വറുത്തരച്ച് വെക്കുന്നൊരു വിഭവം ആയതുകൊണ്ടിട്ട് തന്നെ നമുക്കതിലോട്ട് മുഴുവനേ ഉള്ള മല്ലി, വറ്റൽമുളക്, തേങ്ങ ഇത്രയും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം. പിന്നെ നമ്മൾ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനുള്ള സബോള, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം പിന്നെ ചക്കയെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് വെള്ളത്തിൽ അതിനൊരു കറയുണ്ട്. ആ കറ പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വാരി വെച്ചിട്ട് വേണം നമ്മൾ കറി വെക്കാൻ നേരം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വറ്റൽമുളകും മല്ലിയും തേങ്ങയെല്ലാം നല്ലതായിട്ട് മൂത്ത് അതിനകത്തോട്ട് നമ്മൾ ശകലം മസാല ഇടുക. അതായത് പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, മുഴുവനേ ഉള്ള കുരുമുളക് ഇതെല്ലാം കുറച്ച് മതി. നമ്മൾ മറ്റ് മസാലക്കറി അതായത് ചിക്കനൊക്കെ വെക്കുന്ന പോലെ കുറേ അധികം ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വരും. എന്നിട്ട് നമ്മൾ ആ വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് കടുക് വറുത്ത് മുളകും മുറിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി അതിനകത്തോട്ട് കുറച്ച് സബോള, മൊത്തം ചെറിയ ഉള്ളി എടുക്കണമെന്നില്ല, വലിയ സബോളയും നമുക്ക് അരിഞ്ഞിട്ട് അതും ചേർത്ത് അതെല്ലാം വഴന്ന് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം. വഴറ്റി നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ചക്ക, അതായത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കടപ്പളാൻ ചക്ക, അതേപോലെ തന്നെ ചീമച്ചക്ക അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഇറച്ചിച്ചക്ക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പം ഇതിനൊരു ചെറിയ ഗ്യാസ് ഉണ്ടെന്ന് പറയാം. അത് കാരണം തന്നെ ഗ്യാസ് ഉണ്ടാകുമെന്ന് പറയുന്ന കാരണം എല്ലാവരും വെളുത്തുള്ളി കുറച്ച് ചേർക്കും. അപ്പം നമുക്ക് ആ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ചക്ക നല്ല പോലെ എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ശകലം പോലും വെള്ളം ചേർക്കണ്ട. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ഒന്ന് അടച്ച് വെച്ചാൽ നല്ല വിളഞ്ഞ ചക്കയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിൽ അടച്ച് നമ്മൾ തുറന്ന് വെക്കുമ്പോഴത്തേക്കും നല്ലൊരു പാകമായിട്ടിരിക്കും. അധികം വേവും ഇല്ല, വെന്ത് കുഴഞ്ഞും പോകത്തില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ഇരിക്കാം. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് നമ്മളങ്ങനെ അടച്ചെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ആ വറുത്ത് വെച്ച മസാല എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് അതുപോലെ മിക്സിയുടെ ജാറും ഒന്ന് കഴുകി ലേശം വെള്ളം ഒഴിച്ച് എന്നിട്ട് കുറഞ്ഞ തീയിൽ, ചെറിയ തീയിൽ തന്നെ ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണമെന്നില്ല, ഒന്ന് വയ്ക്കാം. എന്നിട്ടെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതും പുളിശ്ശേരിയോ അല്ലെങ്കിൽ അച്ചാറ് അങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടുകയും ഒക്കെ വേണം. ഓക്കെ, താങ്ക് യു.